ഇറാനിലെ ഇസ്രയേൽ അമേരിക്ക സംയുക്ത ആക്രമണത്തിന് പിന്നാലെ പശ്ചിമേഷ്യയിലുള്ള ഇന്ത്യൻ പൗരന്മാർക്ക് കർശന സുരക്ഷാ മുന്നറിയിപ്പുമായി കേന്ദ്ര സർക്കാർ. ഖത്തർ, തുർക്കി, സിറിയ എന്നീ രാജ്യങ്ങളിലുള്ള ഇന്ത്യക്കാരോടാണ് അതീവ ജാഗ്രത പാലിക്കാൻ നിർദ്ദേശിച്ചിരിക്കുന്നത്. സുരക്ഷാ സാഹചര്യം വിലയിരുത്തി ഖത്തറിലെ ഇന്ത്യൻ എംബസി ഇന്നത്തെ സാധാരണ കോൺസുലർ സേവനങ്ങൾ നിർത്തിവെച്ചു. എന്നാൽ പാസ്പോർട്ട്, വിസ തുടങ്ങിയ അടിയന്തര സേവനങ്ങൾ തുടർന്നും ലഭ്യമാകും. തുർക്കിയിലെ ഇസ്താംബുളിൽ വിമാനങ്ങൾ റദ്ദാക്കുകയും വഴിതിരിച്ചുവിടുകയും ചെയ്ത സാഹചര്യത്തിൽ യാത്രക്കാർ എയർലൈനുകളുടെ അറിയിപ്പുകൾ കൃത്യമായി ശ്രദ്ധിക്കണമെന്ന് കോൺസുലേറ്റ് അറിയിച്ചിട്ടുണ്ട്. സിറിയയിലുള്ളവർ അനാവശ്യ യാത്രകൾ ഒഴിവാക്കാനും ഇന്ത്യൻ എംബസി ആവശ്യപ്പെട്ടിട്ടുണ്ട്. കഴിഞ്ഞ ഫെബ്രുവരി 28-ന് ഇറാനിൽ ഇസ്രയേലും അമേരിക്കയും ചേർന്ന് നടത്തിയ സംയുക്ത മിസൈൽ ആക്രമണത്തിൽ ഇറാന്റെ പരമോന്നത നേതാവായ ആയത്തുള്ള അലി ഖമനേയും കുടുംബാംഗങ്ങളും കൊല്ലപ്പെട്ടതിന് പിന്നാലെയാണ് ഈ അടിയന്തര ജാഗ്രതാ നിർദ്ദേശം വരുന്നത്. ഇറാൻ കട്ടക്കലിപ്പിൽ തന്നെയാണ് നിൽക്കുന്നത്. അത് ട്രംപ് പോലും പറഞ്ഞ കാര്യമാണ്. ഈ സംഭവത്തോടെ പശ്ചിമേഷ്യയിലാകെ തന്നെ വലിയ സുരക്ഷാ പ്രതിസന്ധിയാണ് ഉടലെടുത്തിരിക്കുന്നത്. വ്യോമഗതാഗതത്തെ ഉൾപ്പെടെ ഇത് കാര്യമായി ബാധിച്ചു. ഈ സാഹചര്യത്തിലാണ് പ്രവാസികളുടെയും യാത്രക്കാരുടെയും സുരക്ഷ ഉറപ്പാക്കാൻ അതാത് എംബസികൾ വഴി ഇന്ത്യ അടിയന്തര ഇടപെടലുകൾ നടത്തുന്നത്. ഏത് അടിയന്തര സാഹചര്യത്തിലും സഹായത്തിനായി ബന്ധപ്പെടാൻ അതത് രാജ്യങ്ങളിലെ എംബസികൾ 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ഹെൽപ്പ് ലൈൻ നമ്പറുകളും ഇമെയിൽ വിലാസങ്ങളും ലഭ്യമാക്കിയിട്ടുണ്ട് ഇന്ത്യൻ എംബസികൾ. പുതിയ വിവരങ്ങൾക്കായി എംബസികളുടെ ഔദ്യോഗിക വെബ്സൈറ്റുകളും സാമൂഹ്യ മാധ്യമ അക്കൗണ്ടുകളും പിന്തുടരാനും പൗരന്മാർക്ക് നിർദ്ദേശമുണ്ട്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.